എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ, അപ്പോൾ ഇന്ന് നമ്മളൊരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നേരത്തെ ഒന്നും ഞാൻ ഈ ഫേസ് മാസ്ക് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ യൂട്യൂബിനകത്ത് കുറേ ഇതുപോലുള്ള എനിക്ക് കുറച്ച് ഫേസ് മാസ്കിൻ്റെ വീഡിയോസ് വന്നു. അപ്പോൾ വേഗം നമുക്ക് മുഖത്ത് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ റാഗിപ്പൊടി എൻ്റെ കയ്യിലില്ല. അപ്പോൾ മനസ്സിലായല്ലോ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗിപ്പൊടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചേച്ചിയുടെ മോക്ക് റാഗിപ്പൊടി കുറുക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് പോയി കുറച്ച് അത് റാഗി വാങ്ങിച്ച് ഉണക്കി പൊടിച്ചതാണ്. അപ്പം നല്ല പൊടിയായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പോയി കുറച്ച് റാഗിപ്പൊടി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി. അപ്പം ഞാൻ വീഡിയോ കൂടി എടുത്തേക്കാന്ന് കരുതി എടുത്ത വീഡിയോ ആണ്. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന, വേഗം തന്നെ റിസൾട്ട് കിട്ടുമില്ലേ നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്ക് റാഗിപ്പൊടി എടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അത് ചേച്ചി മേടിച്ചവിടെ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അപ്പം എനിക്കന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് തന്നെയാണല്ലോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് ഇട്ടാൽ പോരെ. അതിന് ദേ ഞാൻ ഇത്രയും റാഗിപ്പൊടിയാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നേ. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാച്ചാത്ത പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പാലും റാഗിപ്പൊടി ഇത് രണ്ടും മാത്രം മതി. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ഫേസാണ്. ക്ലീൻ ചെയ്ത് നമ്മൾ എന്ത് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്താലും ഫേസ് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ തന്നെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് കുറച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഇത്രയും മതിയായിരിക്കും, എൻ്റെ ഫേസിന് ഇത്രയും മതിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമായിപ്പോയി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി റാഗിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. തേച്ച് ഇനി മുഖത്ത് കുരു വരുമോ ഒന്നും എനിക്കറിയില്ല. ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ട് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കുരുവൊന്നും വരത്തില്ലെന്ന് വിശ്വസിക്കാമല്ലോ. നമുക്ക് ഈ സ്പൂണൊന്ന് സെറ്റ് ആവത്തില്ല. സ്പൂൺ മാറ്റിയേക്കാം. കൈ വെച്ച് തന്നെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. കഴുത്തിലും കൂടി ഇട്ട് കൊടുത്തേക്കാം. എങ്ങാനും ചേഞ്ച് വല്ലതും വന്നാലും. ഇനി ഉണങ്ങുന്നത് വരെ
A few minutes later. ഏകദേശം ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ നിന്ന് ആവുന്നില്ല. ഇതിങ്ങനെ വലിയിരിക്കും കേട്ടോ. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല വെള്ളം വലിഞ്ഞു പോയി. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമുക്ക്. കൊള്ളാം അല്ലേ? എനിക്കെന്തോ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് വന്നാലേ അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഇതെന്താ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം, എന്തോ ഒരു ചേഞ്ച്. അങ്ങനെ ഭയങ്കര ചേഞ്ച് എന്നല്ല, നമ്മൾ പൗഡറൊക്കെ ഇടാത്ത ടൈമിൽ നമ്മൾ വേഗം ഇച്ചിരി പൗഡറൊക്കെ ഇടുമ്പോൾ ഒരു ഇത് തോന്നിക്കത്തില്ലേ, അതുപോലെ കൊള്ളാം. സോഫ്റ്റ് ആയിരുന്നല്ലേ, കൊള്ളാം, നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ട്രൈ ആയിരുന്നു. നല്ലൊരു ഫേസ് മാസ്ക് ആയിരുന്നു കേട്ടോ. ചുമ്മാ അല്ല, എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുന്ന കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി, എന്തോ ഇതിലുണ്ട്. പക്ഷെ അത് വേഗം ഭയങ്കര അങ്ങ് വെളുത്തു തൊടുത്തിരിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് എത്ര നേരത്തേക്ക് നിൽക്കും അതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും യൂട്യൂബിൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തോ തോന്നിയത് നിങ്ങളൊന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, വ്യത്യാസം ഇല്ലേ? എനിക്ക് എന്തോ ചേഞ്ച് തോന്നുന്നുണ്ട്. അതോ ഞാൻ ഇനി ഇട്ടുകൊണ്ട് എൻ്റെ മനസ്സങ്ങനെ പറയുമോ, അതും എനിക്കറിയില്ല. അപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണമല്ലോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ റാഗിപ്പൊടിക്ക് വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ പാല് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളാമെങ്കിൽ പിന്നെ യൂസ് ചെയ്യുക. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ പറയാം. എന്തെങ്കിലും കുരു വരുമോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.